തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ത്രികോണ പോരാട്ടത്തിന് ഏത് മുന്നണി വിജയിക്കും? മണ്ഡലത്തിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കായിരിക്കും കൂടുതൽ വിജയസാധ്യത എന്ന് പറയാനാവോ? അല്ല നമ്മളിപ്പോ സ്ഥാനാർത്ഥികള് പത്മജയാണ് ഉറപ്പായിട്ടായി വന്നിട്ടുള്ളത്. പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എനിക്ക് കാര്യമായിട്ട് ആളെ പറ്റി അറിയില്ല. പിന്നെ UDF സ്ഥാനാർത്ഥി ശരിക്കും ചന്ദ്രമോഹനാണെന്ന് പറയുന്നുണ്ട്, രാജമല്ലാന്ന് പറയുന്നു. ഡിക്ലെയർ ആയിട്ടില്ല. എന്താണ് നമ്മൾ കറക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ഈ UDF ആയാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയാലും സ്ഥാനാർത്ഥികളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ ഒരു ആകർഷണീയത തോന്നുന്ന സ്ഥാനാർത്ഥികളെയല്ല ഇപ്രാവശ്യം നിർത്താൻ പോകുന്നതെന്നാണ് ഒരു അറിവ്. അപ്പോൾ അത് ഏത് പാർട്ടിയുടെ വിജയത്തിനെയാണ് കൂടുതൽ മുൻഗണന നൽകുക എന്നാണ് അറിയേണ്ടത്. ഇവിടെ തൃശ്ശൂരിനൊരു വലിയൊരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കുമ്പോഴേ തൃശ്ശൂര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. പൊതുവെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകാനായിട്ടൊരു മടിയുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. എപ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, സ്ഥാനാർത്ഥികൾ വളരെ ഉഷാറുള്ള ആളുകളാണെങ്കിലേ പോയിട്ട് വോട്ട് ചെയ്യും. ഇപ്പോൾ സുനിൽകുമാർ അന്ന് നിന്ന സമയം എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർക്കാർ വോട്ട് ചെയ്തിരുന്നു. പൊതുവെ സ്ഥാനാർത്ഥികൾ നല്ല ഉന്മേഷം ഉഷാറുള്ള ആളുകളല്ലെങ്കിൽ തൃശ്ശൂർക്കാർ വോട്ട് ചെയ്യാൻ പോകാത്തൊരു പ്രശ്നമുണ്ട്. നിലവിൽ ഈ മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഘടനയും അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് UDF അനുകൂലമായ ഒരു മണ്ഡലമാണ്. കാരണം എപ്പോഴും LDF ഒരു 10,000 വോട്ടിനൊക്കെ കൂടുതൽ UDF ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് ഒരു ഏവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50,000 വോട്ട് UDF കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ മാക്സിമം LDF ഒരു 45,000 മുകളിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മണ്ഡലമല്ല തൃശ്ശൂർ. അതോടൊപ്പം തന്നെ BJPക്ക് മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി വരെ നിന്നിട്ട് വരെ 40,000 വോട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ അർത്ഥം BJPക്കും ഒരു 40,000 മുകളിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പൊതുവെ. അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ കൂടുതൽ ആളുകൾ ഒന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ UDF ജയസാധ്യതയുള്ള മണ്ഡലം എന്ന് പറയാൻ പറ്റും. പക്ഷേ പൊതുവെ ഈ UDF വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനേക്കാളും BJPക്കാളും കൂടുതൽ ആളുകൾ UDF അനുകൂലം ഉണ്ടെങ്കിലും പക്ഷെ വോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്നത് UDF വോട്ടർമാരാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ വെച്ചു UDF വോട്ടുകൾ പല സ്ഥലങ്ങളിലും പോൾ ചെയ്യാത്തൊരവസ്ഥയുണ്ടാവും. അതിൻ്റെ അർത്ഥം അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് എന്താ പറയുക ഒരു താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ തൃശ്ശൂരിൽ വരുന്നില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് ഇപ്രാവശ്യം പൊതുവെ UDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ പോവാതിരിക്കുക എന്നുള്ളൊരു സ്ഥിരം സ്വഭാവം ഒരു പക്ഷേ കാണിച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല.